നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചതിനെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ വീച്ചാൻ പറഞ്ഞു. റൈറ്റ്, എത്ര എത്ര സിസ്റ്റങ്ങൾ താൻ എസ്റ്റാബ്ലിഷ് ചെയ്തു രാജ്യത്തിൻ്റെ വേണ്ടിയിട്ടുള്ള. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേർഡുണ്ട്, ഒരു പഞ്ചായത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടല്ല, ഒരു 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 നേഷന് വേണ്ടി. ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യമാണ് ഈജിപ്റ്റ്. ആ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു അത് ചെയ്യണമെങ്കിൽ എത്ര പവറായിരിക്കും അല്ലേ, എത്ര പവറായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു സംഭവം കാണാം, പക്ഷേ ഈ ഒരു വിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ദാനിയേലിൻ്റെ മേൽ വ്യാപരിച്ച വിസ്റ്റം എത്ര പെർസെൻറ്റേജ് അറിയാമോ? ദാനിയേലിൻ്റെ ആ സമയത്ത്, ദാനിയേൽ ബാബിലോണിലായിരുന്നു. ബാബിലോണിലുള്ള സമയത്ത് ആ കൽദേർ മൊത്തം, അല്ലെങ്കിൽ ബാബിലോണിയൻസ് മൊത്തം രാജാവിൻ്റെ മുമ്പിൽ ദാനിയേലിൻ്റെ കൂടെ രാജാവിനെ ചെന്ന് കാണിക്കാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ രാജാവ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പം ബൈബിൾ എഴുതിയിരിക്കുന്ന വേർഡ് പ്രകാരമാണ്, ദാനിയേലിന് കൽദയ ദേശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ബാബിലോണിലുണ്ടായിരുന്ന അവിടെയുള്ള സകല ബാലന്മാരെക്കാട്ടിലും 10 ഇരട്ടി ജ്ഞാനം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഒരു 99% മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യും അല്ലേ? ന്യൂസ് പേപ്പറിൽ വരും, ആ വ്യക്തിയെ CM വരെ വിളിച്ച് വേണേൽ അപ്രീഷിയേറ്റ് ചെയ്യും അല്ലേ? പക്ഷേ ദാനിയേലിൻ്റെ മേൽ വ്യാപരിച്ച വിസ്റ്റം എത്ര ആണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. 10 ഇരട്ടി ജ്ഞാനം. 10 ഇരട്ടി ജ്ഞാനം. അതാര് കൊടുത്തു? സകല ജ്ഞാനത്തിൻ്റെ ഉറവയായ ദൈവം കൊടുത്തു. ആ ജ്ഞാനം നമ്മുടെ മേൽ വ്യാപരിക്കുമോ? നമ്മുടെ ലൈഫ് എക്സലൻസ് ആകാൻ ശ്രമിക്കണം. അബദ്ധം പറ്റാൻ ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയത്തില്ല. നമ്മുടെ ലൈഫ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇറ്റ് ഷുഡ് ബി എക്സലൻറ്റ്. ഓക്കെ, ഞാൻ മുമ്പിലോട്ട് വരട്ടെ. ദാനിയേലിൻ്റെ മേൽ വ്യാപരിച്ച വിസ്റ്റം, എത്ര സിസ്റ്റമാണ് താൻ എസ്റ്റാബ്ലിഷ് ചെയ്തേ. ആദ്യമേ മണി എക്സ്ചേഞ്ചിങ് സിസ്റ്റം അല്ലേ, അതിൻ്റെ ടോക്കൺ എടുക്കുന്ന സിസ്റ്റം. അതിനുശേഷം താൻ ട്രാഫിക് സിസ്റ്റം. അതിന് ശേഷം അതേ സമയത്ത് തന്നെ ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഫാർമേഴ്സിനെ ഫീൽഡ്, സീഡ്സ്, സ്റ്റോർ ഹൗസ്, പ്രിസർവിങ് സിസ്റ്റം, പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഇറിഗേഷൻ സിസ്റ്റംസ് എല്ലാം കൊടുത്തു. ഈ ലോകത്തിൻ്റെ വെൽത്ത് ഈ 14 വർഷം മുമ്പേ ഈജിപ്തിലുണ്ടായിരുന്നത് 9% ഉള്ളൂ. പക്ഷേ ഈ 14 വർഷം കഴിഞ്ഞപ്പോൾ ഒരുവൻ്റെ മേൽ വ്യാപരിച്ച വിസ്ഡം അല്ലേ, ഒരുവൻ്റെ മേൽ ദൈവം പകർന്ന വിസ്ഡം നിമിത്തം 96% വെൽത്ത് കൊണ്ടുവന്നു. ഇതെന്തിനാ ദൈവം കൊടുത്തത്? നമ്മൾ ഇന്ന് അത് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. എന്തിനാണ് ദൈവം ഇതെല്ലാം കൊടുത്തത്? എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്തത്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്തത്? നമുക്കതിനെക്കുറിച്ച് കണ്ട് ഇന്ന് മുമ്പിലോട്ട് പോകാം. റൈറ്റ്, ഒന്ന് PPT എടുത്തോട്ടെ. റൈറ്റ്, നമ്മൾ കണ്ടു ഈ വെൽത്ത് മുഴുവനും കൊടുത്തു. ഒറ്റ രാത്രിയും കൊണ്ട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഈ വെൽത്ത് കൈമാറി. ഒന്ന് വായിക്കാമോ? ഇന്നലെ വായിച്ച വാക്യമാണ്, പക്ഷെ നമുക്ക് വായിച്ച് മുൻപോട്ട് വരാം. പുറപ്പാട് പുസ്തകം 3:22. മോശേനെ ദൈവം സീനായി പർവ്വതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഹോരേബ് പർവ്വതത്തിൽ നിന്ന്, ഹോരേബ് സീനായി ഒറ്റ പർവ്വതമാകട്ടോ, അതിന് ഒരു ഹോരേബ് എന്ന് പറഞ്ഞാൽ സീനായി പർവ്വതത്തിൻ്റെ ഒരു മുനമ്പിന് പറയുന്ന പേരാണ് ഹോരേബ്. സോ ഹോരേബ് പർവ്വതത്തിൽ നിന്ന് അയക്കുമ്പം മോശയോട് ദൈവം പറഞ്ഞു, മിദ്യാനിലുണ്ടായിരുന്ന നിരാശനായി കഴിഞ്ഞ ആ മോശ ഈജിപ്തിലേക്ക് ദൈവം അധികാരത്തോടെ അയക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞതാണ് ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം. വായിച്ചാട്ടെ, 3:22. ഓരോ സ്ത്രീ താന്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രൈമ്യരെ കൊള്ളയിടുകയും വേണം. മിസ്രൈമ്യരെ കൊള്ളയിടണമെന്ന് ദൈവം മോശനെ ആ പർവ്വതത്തിൽ വെച്ച് അയക്കുന്ന സമയത്തെ പറഞ്ഞു. മോശ ഒന്നും ഈജിപ്തിൽ വന്നിട്ടില്ല. മോശ പിന്നീട് ഈജിപ്തിൽ വരുമ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവരുടെ വിടുതലിൻ്റെ സമയമായപ്പം അവരെ കൊള്ളയിടുന്നത് കാണാം. 12:35-36 നമ്മൾ ഇന്നലെ അത് വായിച്ചായിരുന്നു. മിസ്രൈമ്യരെ ഇങ്ങനെ കൊള്ളയിട്ടു. പുറപ്പാട് പുസ്തകം 12:35-36 ഒന്ന് വായിക്കാമോ? ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രൈമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു.
യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു. യെസ്, കണ്ടോ, മിസ്രയീമ്യരെ കൊള്ളയിട്ടു. മിസ്രൈമിരെ കൊള്ളയിട്ടു അവരുടെ മൊത്തം വെൽത്തും. ഈ സമ്പത്ത് മുഴുവനും ഉണ്ടാക്കി കൊടുത്തത് ചരിത്രങ്ങൾ പറയുകയല്ല, ഇത് എക്സാക്ട്ലി ഇത് അങ്ങനെ തന്നെയാ. ജോസഫ് ഇവർക്ക് ഈ സമ്പത്ത് മുഴുവനും ഉണ്ടാക്കി കൊടുത്തത്. ഈജിപ്റ്റ് പിന്നീട് ഒരു വെൽത്തിയസ്റ്റ് കൺട്രിയായി. ഈജിപ്റ്റ് അതിനുശേഷം ഈ 14 വർഷം കഴിഞ്ഞതോടെ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് കൺട്രിയായി. അതാകാനുള്ളതിൻ്റെ കാരണം ഒരുവൻ്റെ മേൽ വ്യാപരിച്ച വിസ്ഡമാണ്. അങ്ങനെ ഒന്ന് ഓർത്തെ, ദൈവത്തിൻ്റെ വിസ്ഡം നമ്മുടെ മേൽ ഈ തലമുറയിൽ വ്യാപരിച്ചാൽ നമ്മളിൽ കൂടെ രാജ്യങ്ങൾ, ജാതികൾ അനുഗ്രഹിക്കപ്പെടും. അതാ അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം. നിന്നാൽ ഞാൻ ഭൂമിയിലുള്ള സകല ജാതികളെയും അനുഗ്രഹിക്കപ്പെടും. റൈറ്റ്? ഇസ്രായേൽ മക്കൾക്ക് എന്തിനാ ഈ വെൽത്ത് എല്ലാം കൊടുത്തത്? എന്തിനാ? പക്ഷെ ഇവരെന്തോ ചെയ്തു. ഈ വെൽത്ത് എല്ലാം കൊടുത്തത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാ. നമ്മൾ കഴിഞ്ഞ 8 ആഴ്ച ടാബർനാക്കിൾ എന്ന് പറഞ്ഞ വിഷയം പഠിച്ചു. എന്തിനായിരുന്നു ദൈവം ഈ വെൽത്ത് കൊടുത്തത്? മരുഭൂമിയിലേക്ക് അവർ നടന്നു പോകുമ്പം, അല്ലെങ്കിൽ അവരെ വാഗ്ദത്ത ദേശത്തിൽ എത്തുമ്പം യഹോവയുടെ ആലയം പണിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വെൽത്ത് മുഴുവനും കൊടുത്തത്. 25-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച്, എനിക്ക് നല്ല മനസ്സോടെ വഴിപാട് കൊണ്ടുവരാൻ വേണ്ടി പറ. എന്തൊക്കെ വഴിപാടാണ് കൊണ്ടുവരേണ്ടത്? ദൈവമക്കൾ ഓർക്കുന്നുണ്ടോ? വാക്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? 2-ാം വാക്യം വായിച്ചാട്ടെ, 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടു രോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശ് തോൽ, ഖദിരമരം, വിളക്കിന് എണ്ണ. മതി സിസ്റ്ററെ, മതി. അവിടെ കണ്ടു ഈ ഐറ്റംസ് എല്ലാം. ഈ ഗോൾഡ്, സിൽവർ, താമ്രം, ഇതൊക്കെ എവിടുന്ന് ഇവർക്ക് കിട്ടിയതാ? ഇത് മൊത്തം അവർക്ക്, യെസ്, ദൈവമക്കൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തും കൂടെ വന്നാട്ടെ. ഈജിപ്തിൽ നിന്ന് കിട്ടിയതാ. ഓക്കെ, പക്ഷെ ഇവരതും കൊണ്ട് എന്തോ എടുത്തു. ദൈവം ടാബർനാക്കിൾ ഉണ്ടാക്കാനാ പറഞ്ഞത്. ഇവരിതും കൊണ്ട് എന്തോ എടുത്തെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 32-1. എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ മതി ടീച്ചറെ, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ പൊന്നും പണവും മൊത്തം, അല്ലെങ്കിൽ ആഭരണങ്ങൾ അവരുടെ ദേഹത്ത് ധരിപ്പിച്ചിരുന്ന, ദൈവം പറഞ്ഞതാ ധരിപ്പിച്ചേക്കാൻ. ദൈവം പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വാങ്ങി അത് ധരിപ്പിക്കണമെന്ന്. പക്ഷേ ഇതെല്ലാം കൂടെ കിട്ടിയപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? മരുഭൂമി വന്നപ്പം കാളക്കുട്ടി ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ അവിടെ കാളക്കുട്ടി എന്ന് പറഞ്ഞേക്കുന്നത് അതൊരു ഈജിപ്ഷ്യൻ ഗോഡും കൂടെ ആയിരുന്നു. ഈജിപ്തിൻ്റെ ഒരു ആർമി റിലേറ്റഡ് ഗോഡായിരുന്നു ആ കാളക്കുട്ടി. ഇവരതിനെ ഉണ്ടാക്കി. ഇവർ ചെങ്കടൽ കടന്നു, പക്ഷേ ഈജിപ്റ്റ് ഇവർ വിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈജിപ്തിൽ നിന്ന് ഇറങ്ങി രാജ്യം വിട്ടു, ശരിയാ, പക്ഷേ അകത്ത് കയറി ഈജിപ്റ്റ് ഇപ്പോഴും പോയിട്ടില്ലായിരുന്നു. അകത്ത് ചെങ്കടൽ കടന്നു, പക്ഷേ അകത്ത് കയറിയ ഈജിപ്റ്റ് പോയില്ല. അവരുടെ ഓരോ വഴിയാത്രകളിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇത് വെളിപ്പെട്ട് വന്നുകൊണ്ടിരുന്നു. റൈറ്റ്? പക്ഷേ ഒന്നോർത്ത്, ഇവർ കാളക്കുട്ടി ഉണ്ടാക്കി. മോശ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുക. മോശയോട് ദൈവം പറഞ്ഞു, മോശെ, നീ കൊണ്ടുവന്ന നിന്റെ ജനം, ഇന്നലെ വരെ ദൈവം പറഞ്ഞായിരുന്നു, പുറപ്പാട് 19 പറഞ്ഞായിരുന്നു, ഇവരെല്ലാം എൻ്റെ പ്രത്യേക സമ്പത്താണ്. ഞാനിടയ്ക്ക് ഓർക്കുമായിരുന്നു, കർത്താവ് എറിയുന്നവന്മാരെല്ലാം പ്രത്യേക സമ്പത്താണ്, എന്തുമായിരിക്കും പിന്നെ? കർത്താവ് പറഞ്ഞു, ഇവരെല്ലാം ദൈവത്തിൻ്റെ പ്രൊജക്റ്റാണ്, അത് നിങ്ങളെക്കുറിച്ചുള്ളത് എൻ്റെ പ്ലാനാ. നിങ്ങൾ എൻ്റെ വചനം അനുസരിച്ചാൽ. അവിടെ കണ്ടീഷൻ കിടപ്പുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചില സമയത്ത് കാണാം കണ്ടീഷൻസ് അപ്ലൈ. ഇതുപോലെ വാഗ്ദത്തങ്ങൾ
ദൈവം നിന്നെ അനുഗ്രഹിക്കാം, ദൈവം അനുഗ്രഹിക്കും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ദൈവം മുമ്പാകെ നീതിയോടെ നടക്കണം, ദൈവം മുമ്പാകെ വിശുദ്ധിയോടെ നടക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ മാറിയും പോകാം. ബൈബിളിൽ നിന്ന് കാണാം, ഇസ്രായേൽ മക്കൾ ഇറങ്ങി തിരിച്ചവർ 30 ലക്ഷം പേരുണ്ടായിരുന്നതിൽ 2 പേർ അക്കരെ എത്തിയത്, ഇറങ്ങി തിരിച്ചവരിൽ. ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. റൈറ്റ്. ഇസ്രായേൽ മക്കളോട് മോശയോട് ദൈവം പറഞ്ഞു, നീ ഇറങ്ങിപ്പോ. മോശ ഇറങ്ങി വരികയും മോശ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നിയമത്തിൻ്റെ ഫലക എറിഞ്ഞുടയ്ക്കുകയും കാളക്കുട്ടിയെ എടുത്ത് വെള്ളത്തിൽ അരച്ച് പൊടിയാക്കി ഇവന്മാരെ എല്ലാം കുടിപ്പിച്ചു. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പുള്ളിക്ക് ഭയങ്കര ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നിട്ട് ഓടുവന്നല്ലായിരുന്നു, തല്ലിക്കൊന്ന് കുഴിച്ചിട്ട് പുള്ളി എല്ലാം കുഴിയെല്ലാം മൂടി കുരിശും വെച്ച് കൈ സാനിറ്റൈസർ ചെയ്തിട്ടായിരിക്കും പുള്ളി വീട്ടിൽ പോയത്. ഭയങ്കര ഡിറ്റർമിനേഷനായിരുന്നു. ഈ മോശ ദൈവം 40-ാമത്തെ വയസ്സിൽ കൊടുത്തില്ല ഈ ആൾക്കാരെ. കൊടുത്തായിരുന്നെങ്കിൽ 40-ാമത്തെ വയസ്സിൽ ആ ചൂടിന് കൊടുത്തായിരുന്നെ മോശ തന്നെ മൊത്തം എണ്ണത്തെ തല്ലിക്കൊന്നേനെ. ദൈവത്തിന് കഷ്ടപ്പെടേണ്ടി വരത്തില്ലായിരുന്നു. ഈ പുള്ളിയുടെ ഡിറ്റർമിനേഷൻ 80-ാമത്തെ വയസ്സിലും ഡിറ്റർമിനേഷൻ കണ്ടോ. ആ കാളക്കുട്ടിയെ അരച്ച് പൊടിയാക്കി മൊത്തം എണ്ണത്തെയും കുടിപ്പിച്ചു. ഭയങ്കര ഡിറ്റർമിനേഷനാണ്. പക്ഷേ ദൈവം ഭാഗത്താൻ ഉടഞ്ഞു കൊടുത്തു. റൈറ്റ്. ഈ മോശയോട് ദൈവം അന്നേരം പറയുന്നൊരു വേർഡുണ്ട്. നമ്മൾ അവിടെ മുതൽ ഇനി അടുത്തൊരു ചെറിയൊരു അവിടെ നിന്ന് ഒന്ന് ടേൺ ചെയ്യും നമ്മൾ. പുറപ്പാട് പുസ്തകം 32:13 മോശയോട് ദൈവം പറഞ്ഞു, മോശ നീ എന്നെ വിട്, ഞാൻ ഇവരെ മൊത്തം നശിപ്പിച്ച് നിന്നെ മറ്റൊരു ജാതിയാക്കാം. ഞാൻ അടുത്ത വേർഡ് വായിച്ചു 32:13. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. മതി ടീച്ചറെ. റൈറ്റ്. ദൈവം മോശയോട് പറഞ്ഞു, മോശ തിരിച്ചു ദൈവത്തെ ഓർപ്പിച്ചു. ദൈവം മോശയോട് പറയുന്ന വേർഡും ഉണ്ട്, നീ എന്നെ വിട്, ഞാൻ ഈ ജനത്തെ മൊത്തം നശിപ്പിച്ച് ഞാൻ നിന്നെ മറ്റൊരു ജാതിയാക്കാം. പക്ഷേ മോശ ദൈവത്തോട് ഇടിവിൽ നിൽക്കുക. കർത്താവേ, അങ്ങയുടെ കോപത്തെ വിട്ടങ്ങ് മാറണമേ, ഈ പർവ്വതങ്ങളുടെ ഇടയ്ക്ക് ഈ ജനത്തെ കൊണ്ടുവന്നത് നശിപ്പിച്ച് കളയാനാന്ന് പറയല്ലേ. എന്തോ മനുഷ്യനായിരുന്നു ഈ പുള്ളി. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, കർത്താവേ അവന്മാരെ മൊത്തം നശിപ്പിച്ചാൽ എന്നെ എൻ്റെ കുടുംബത്തെ വെച്ചേക്കണമെന്ന് പറഞ്ഞേനെ അല്ലേ. മോശ പിന്നെ പറയുന്നുണ്ട്, കർത്താവേ അങ്ങ് അവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ അങ്ങ് എഴുതിയ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. മോശ പറഞ്ഞു, ദൈവം പറഞ്ഞു, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ മായ്ക്കും. റൈറ്റ്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവേ അങ്ങയുടെ ദാസന്മാരുടെ വാക്കുകളെ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഇസ്രായേലിനോടും അങ്ങ് സത്യം ചെയ്തത് ഓർക്കണമേ. ഞാൻ ആ വേർഡിൽ നിന്നൊന്ന് ടേൺ ചെയ്യാൻ വേണ്ടി പോവാം, ഒന്ന് പുറകിലോട്ട് വരാൻ വേണ്ടി പോവാം. മോശ ഈ സംഭവം പറയുമ്പം മോശയ്ക്ക് എത്ര വയസ്സുണ്ടെന്നറിയാം? അപ്രോക്സിമേറ്റ്ലി 80 വയസ്സ്. 80 വയസ്സ്. മോശയുടെ മുമ്പിലുണ്ടായിരുന്ന 4 പിതാക്കന്മാർ മരിച്ചു. 4 പിതാക്കന്മാർ. ഞാൻ വലിയൊരു കണക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി പോവാം. മോശയുടെ പുറകിലുണ്ടായിരുന്ന 3 പിതാക്കന്മാർ, 4-ാം തലമുറക്കാരെ വിടുവിക്കുന്ന 3 പിതാക്കന്മാരെ മരിച്ചുപോയി. അവരുടെ വയസ്സൊന്നും ബൈബിളിലില്ല. 4 പിതാക്കന്മാർ മരിച്ചു. ടോട്ടലി ഒരു കണക്ക് കിട്ടുന്നത് ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടുമ്പോൾ 430 സംവത്സരം അവരടിമകളായിരുന്നു എന്നേ ഉള്ളൂ. 430 സംവത്സരം എവിടെ പറഞ്ഞിട്ടുണ്ട്? പുറപ്പാട് 12:40-41 പറഞ്ഞിട്ടുണ്ട്. 430 സംവത്സരം. അത് വായിക്കണമെന്നില്ല, എഴുതി വെച്ചാൽ മതി. ഇനി അതിൻ്റെ പുറകിലത്തെ ആൾക്കാരുടെ ചരിത്രം ഞാൻ പറയാൻ വേണ്ടി പോവാം. അബ്രഹാമിൻ്റെ ആ വേർഡ് പറഞ്ഞല്ലോ, ആ വേർഡിലേക്ക് വരാൻ. റൈറ്റ്. 4 തലമുറക്കാർ, അതിന് പുറകിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്, അവർ വർദ്ധിച്ചു പെരുകി എന്ന് പറയുന്നു. അതിൻ്റെ പുറകിലുള്ള ചരിത്രം പറയാം. 70 പേരായിട്ട് മിസ്രൈമിൽ വന്നതാ. ആര് കൊണ്ടുവന്നു? ജോസഫ് ഇവരെ കൊണ്ടുവന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോകളൊക്കെ ഓൺ ചെയ്താട്ടെ, ദയവായിട്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ ഓൺ ചെയ്താട്ടെ. റൈറ്റ്. 70 പേരായിട്ട് മിസ്രൈമിൽ വന്നതാ. ഒന്നോർത്ത്, ജോസഫ് ആയിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി. നമ്മൾ ജോസഫിൻ്റെ ചരിത്രം ചിന്തിക്കുക. എന്തിനായിരുന്നു ദൈവം ജോസഫിനെ തിരഞ്ഞെടുത്തത്? ജോസഫ് 110-ാമത്തെ വയസ്സിൽ മരിച്ചു. 110-ാമത്തെ വയസ്സിൽ മരിച്ചു. അതിനുശേഷം ആ ബൈബിൾ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന ജോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ വന്നു.
ഇസ്രായേൽ മക്കൾ നമ്മളെക്കാട്ടിലും ശക്തിയും ബാഹുല്യമുള്ളവരെന്ന് കണ്ട് അവരെ അടിമകളാക്കി. ജോസഫിൻ്റെ പുറകിൽ യാക്കോബ് 147 വയസ്സിൽ മരിച്ചു. യാക്കോബ് 17 വർഷം ഈജിപ്തിലുണ്ടായിരുന്നു. 17 വർഷം ഈജിപ്തിലുണ്ടായിരുന്നു. ഈ കണക്കൊക്കെ വളരെ സൂക്ഷ്മതയായിട്ട് പഠിക്കുകയും വേണം. പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിലും കൂടെ പഠിച്ചെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഡെപ്തായിട്ട് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഞാൻ ഈ പറയുന്ന വേർഡുകളെല്ലാം എഴുതി വെച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. 147 വയസ്സിൽ ആര് മരിച്ചു? യാക്കോബ്. എത്രാം വയസ്സിലാണ് യാക്കോബ് ഈജിപ്തിൽ വരുന്നത്? 130 വന്നു. റൈറ്റ്. ഇനി അതിൻ്റെ പുറകിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോവാം. യാക്കോബിൻ്റെ പിതാവ് ഇസഹാക്ക് 180 മരിച്ചു. 180. ഇസഹാക്കിന്റെ പിതാവ് അബ്രഹാം 175 മരിച്ചു. അബ്രഹാമിന് ഇസഹാക്കിനെ കിട്ടുന്നത് എത്രാമത്തെ വയസ്സിലാ? 100 വയസ്സിൽ. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് എത്രാമത്തെ വയസ്സിലാ? 75 വയസ്സിൽ. നിങ്ങൾക്കെല്ലാം ഓർക്കുന്നുണ്ട്. 85 വയസ്സ് വന്നു. ഏകദേശം 85 വയസ്സ്. അബ്രഹാമിന് അന്ന് കുഞ്ഞുങ്ങളില്ല. എത്ര തലമുറയ്ക്ക് പിമ്പിലുള്ള ചരിത്രമാണ് നമ്മൾ പഠിച്ചത് ഇപ്പം അല്ലേ? ഇപ്പം ഞാൻ അബ്രഹാമിൻ്റെ 85 വയസ്സിലെ ചരിത്രം പറയാൻ പോവാ. കുഞ്ഞുങ്ങളില്ല അബ്രഹാമിന് അന്ന്. അബ്രഹാം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ട് 10 വർഷമായി. അബ്രഹാമിനിപ്പോൾ ഒരു സംശയം. ദൈവമേ, അങ്ങ് എനിക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് മക്കളില്ല. അങ്ങനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു, എനിക്ക് ഒന്നും കാണാനില്ല. എൻ്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഏലിയാസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. കർത്താവെ, അങ്ങ് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ദൈവമുമ്പാകെ താൻ ഒന്ന് നിരാശപ്പെടുമ്പം ദൈവം തന്നോട് പറയുന്ന ചരിത്രങ്ങൾ, ഭാഗങ്ങൾ, ചരിത്രമല്ല, ദൈവം പറയുന്ന വാക്കുകൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ കാണാം. ദൈവം പറഞ്ഞു, നീ ഇറങ്ങി വാ, ആകാശത്തിലേക്ക് നോക്ക്, ഭൂമിയിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ, മണലിനെയൊക്കെ എണ്ണാൻ പറ്റുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം, നിന്റെ സന്തതിയെ ഞാൻ അതുപോലെ ആക്കും. അബ്രഹാമിന് അന്ന് കുഞ്ഞുങ്ങളുണ്ടോ? അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, വാ, നീ ഞാനും കൂടെ ഒരു ഉടമ്പടി ചെയ്യാം, കവനന്റ് ചെയ്യാം. കവനന്റ് അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ ഏതെങ്കിലും മറ്റൊരു ക്ലാസ്സിൽ ഒരു പക്ഷേ ഒരു ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം എന്നൊരു ക്ലാസ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പറയാം, അവിടെ നടന്നത് കവനന്റ് ആയിരുന്നു. കവനന്റ് എവിടെയാ? ഉൽപ്പത്തി 15 നടക്കുന്നത് കവനന്റാ, ഉടമ്പടിയാ, കവനന്റാ. ആ ഉടമ്പടിക്കകത്ത് അബ്രഹാം ഒരു പാളിച്ച ചെയ്തു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ എത്രാമത്തെ വാക്യമാ? അബ്രഹാം പക്ഷികളെ പിളർന്നില്ല. 15:10. വായിച്ചാട്ടെ ടീച്ചറെ, വായിച്ചാട്ടെ. അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്ന ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. അവിടെ കവനന്റിൽ ഒരു മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ട്, ആ മിസ്റ്റേക്ക് എന്തുവാന്നൊക്കെയുള്ള കവനന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, ഇന്ന് ഞാൻ അവിടോട്ട് പോകുന്നില്ല. റൈറ്റ്. ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ മേൽ ദൈവം ഉടമ്പടിക്ക് ഇറങ്ങി വരിക. ഉടമ്പടിക്ക് അങ്ങോട്ട് ഇറങ്ങി വരുമ്പം 13-ാമത്തെ വാക്യം അവിടെ തൊട്ടൊന്ന് വായിച്ചാട്ടെ. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. ഒരു നിമിഷം ടീച്ചറെ, ഒന്ന് നിർത്തണേ. നമ്മൾക്കൊന്ന് ചിന്തിച്ച് ഓരോ വേർഡ്. അബ്രഹാമിന് അന്ന് കുഞ്ഞുങ്ങളുണ്ടോ? കുഞ്ഞുങ്ങളില്ല. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ സന്തതി നീ അറിയാത്ത ദേശത്ത്. കാരണം നീ മിസ്റ്റേക്ക് ചെയ്തു, കവനന്റ് നീ തെറ്റിച്ചു. കവനന്റിന്റെ ആ ഉടമ്പടിയുടെ തുടക്കത്തിൽ നീ തെറ്റിച്ചു. അതുകൊണ്ട് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അവർ 400 സംവത്സരക്കാരൻ പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ആ വേർഡ് ശ്രദ്ധിച്ചു കേൾക്കണേ. അടുത്ത വേർഡ്, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അടുത്തത്, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ട്. മതി. ആ വേർഡ് കേട്ടോ.
എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. അപ്പൊ ജോസഫെ, നിന്റെ മേൽ എന്തിനാ ഈ ബുദ്ധി വ്യാപരിച്ചേ? നിന്റെ മേൽ എന്തിനാ നിന്നെ ഉപയോഗിച്ച് ഈജിപ്തിൽ വെൽത്ത് കൊണ്ടുവന്നത്? എന്തിനാ ദൈവം? ഇസ്രായേൽ മക്കൾക്ക് സമ്പത്ത് കൊടുക്കാൻ. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് ദൈവത്തിന്റെ പ്രോമിസ് ആയിരുന്നു. അബ്രഹാമേ, നിനക്ക് കുഞ്ഞുണ്ടാകുന്നതിനെക്കാട്ടിലും മുമ്പേ, കാരണം ദൈവത്തിന്റെ പ്രത്യേകത അവൻ അൽഫയും അവൻ ഒമേഗയുമാണ്. നമുക്ക് നാളുകളെക്കുറിച്ചുള്ള ചിന്തിക്കാനല്ല, നമുക്ക് നാളുകളെക്കുറിച്ച് പ്ലാനും ചെയ്യാം. പക്ഷെ എന്തായി തീരുമെന്ന്, ഇതുപോലെ ആയി തീരാവൂ എന്ന് പറഞ്ഞ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. നാളുകളിൽ എന്തായി തീരും, ഇങ്ങനെ ആകണം എന്ന് പറഞ്ഞ് നമുക്ക് പ്ലാൻ എല്ലാം ചെയ്യാം, അങ്ങനെ വേണ്ടി വർക്ക് ചെയ്യാം. പക്ഷെ ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ ഇറ്റ് വിൽ ഹാപ്പൻ. നിങ്ങൾക്ക് ദൈവമക്കൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. എത്ര തലമുറ കഴിഞ്ഞു, എത്ര തലമുറ. അബ്രഹാമിനോട് പറയുമ്പോൾ, ഇത് പറയുമ്പോൾ 85-ാമത്തെ വയസ്സാണ്. 85-ാമത്തെ വയസ്സ്. എങ്ങനെ 85-ാമത്തെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അടുത്ത വർഷമാണ് ഇസ്മായേൽ ഉണ്ടാകുന്നത്. അവിടെ മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത വർഷമാണ് ഇസ്മായേൽ ഉണ്ടാകുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ്. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും, 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നരുളി ചെയ്തു. 18-ാമത്തെ വാക്യം, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കൊടുക്കുമെന്ന്. കണ്ടോ? അബ്രഹാമിന് ഇത് പറയുമ്പോൾ കുഞ്ഞുങ്ങളില്ല. ഒരിക്കൽ കൂടെ ഞാൻ കണക്ക് തിരിച്ച് അങ്ങോട്ട് പറയുക. 85-ാമത്തെ വയസ്സിൽ ഇത് സംഭവിച്ചു. 100-ാമത്തെ വയസ്സിൽ കുഞ്ഞ് ജനിച്ചു. 100-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്ക് ജനിച്ചു, വളർന്നു. അബ്രഹാം 175-ൽ മരിച്ചു. ഇസഹാക്ക് 180-ൽ മരിച്ചു. യാക്കോബ് 147-ൽ മരിച്ചു. ജോസഫ് 110-ൽ മരിച്ചു. നിങ്ങൾ നോക്കിയ കണക്ക് ഞാൻ തിരിച്ചു പറഞ്ഞതാ. 110-ൽ മരിച്ചു. പക്ഷേ യോസഫിൻ്റെ മരണശേഷം യോസഫിനെ അറിയാത്ത ഒരു ഭറവോൻ വന്നു, ഇസ്രായേൽ മക്കളെ അടിമകളാക്കി. 430 സംവത്സരം ആകാൻ പോവാ. അടിമത്തത്തിൻ്റെ 350-ാം സംവത്സരമാണ് മോശ ജനിക്കുന്നത്. അടിമത്തത്തിൻ്റെ 350-ാം സംവത്സരം മോശ ജനിച്ചു. ടൈം ആൻഡ് സീസണിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഇതെല്ലാം കാണാം. ടൈം മൊത്തം കാണാം. റൈറ്റ്. ഇപ്പം ദൈവം മോശയോട് പറയുക, അബ്രഹാമിൽ തുടങ്ങിയ പ്രവൃത്തി ഇങ്ങനെ ജനറേഷനായിട്ട് വന്ന് യോസഫിനെ മിസ്രൈമിൽ അയച്ചു. ദൈവം ഒരു സ്വപ്നം കൊടുത്തു, മിസ്രൈമിൽ അയച്ചു. വെൽത്ത് മൊത്തം മിസ്രൈമിൽ കൊണ്ടുവന്നു. മോശയോട് പറഞ്ഞു അത് മൊത്തം കൊണ്ടുപോയേക്കാൻ, അത് ഇസ്രായേൽ മക്കൾ കൊടുത്തേക്കാൻ പറഞ്ഞു. ഇസ്രായേൽ മക്കൾ കൊടുത്തേക്കാൻ. ദൈവമക്കൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുക. ഞാൻ തിരിച്ച് താഴേന്ന് മുകളിലോട്ടും പറഞ്ഞു, മുകളിൽ നിന്ന് താഴോട്ടും പറഞ്ഞു. ഓക്കെ, റൈറ്റ്. സോ ഈ ഒരു നന്മ മൊത്തം, ഈ ഒരു വെൽത്ത് മൊത്തം ഇസ്രായേലിന് ദൈവം ട്രാൻസ്ഫർ ചെയ്യാനുള്ളതിൻ്റെ കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ. കണ്ടോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ. ഞാൻ ആ ഭാഗം കൊണ്ട് അടുത്ത ഒരു സ്ലൈഡും കൂടെ പറഞ്ഞു നിർത്തുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ. റൈറ്റ്. ഈവൻ ശലോമോൻ ദേവാലയം പണിയുമ്പോൾ പോലും ഈജിപ്തിൽ നിന്ന് മെറ്റീരിയൽ എടുത്തതിനെ കുറിച്ച് കാണാം. ശലോമോൻ ദേവാലയം പണിയുമ്പോൾ ഈജിപ്തിൽ നിന്ന് മെറ്റീരിയൽ എടുത്തു. അതൊക്കെ നാളുകൾ കഴിഞ്ഞിട്ട്. ഓക്കെ, മുമ്പിലോട്ട് വരട്ടെ. ലാസ്റ്റ് സ്ലൈഡിലേക്ക് ഞാൻ വരിക. റൈറ്റ്. ഇതാരുടെ ഡ്രീം ആയിരുന്നു? ജോസഫിൻ്റെ ഡ്രീം ആയിരുന്നോ അതോ ദൈവത്തിൻ്റെ ഡ്രീം ആയിരുന്നു? ഡ്രീം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഡ്രീം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവത്തിൻ്റെ പ്ലാൻ. ഇതാരുടെ ഡ്രീം ആയിരുന്നു? ദൈവത്തിന്റെ. റൈറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിന് ജോസഫിനെ കുറിച്ച് ആ തലമുറയിൽ ഒരു പ്ലാൻ, ഒരു ഡ്രീം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു ഡ്രീം കാണുമോ?
ദൈവം പറയുന്നുണ്ട്, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിന്റെ പദ്ധതികളല്ല എൻ്റെ പദ്ധതികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളും തമ്മിൽ അത്ര വ്യത്യാസമാണ്, അഗോചരമാണ്, അത്ര വ്യത്യാസമുള്ളത് അല്ലേ? ദൈവത്തിൻ്റെ പ്ലാൻ അത്ര പെർഫെക്റ്റ് പ്ലാനാണ്. റൈറ്റ്. അടുത്തത്, എല്ലാ പ്ലാനിലും ഇതൊരു പക്ഷെ അനേകർക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇത് എന്തുവാ, അത് മസ്റ്റാ. ദൈവത്തിൻ്റെ ഈച്ച് പ്ലാൻ ഹാസ് എ ട്രെയിനിങ് ആൻഡ് പ്രിപ്പറേഷൻ അക്കോർഡിംഗ് ടു ദ ഗോഡ്സ് കോൾ. ദൈവത്തിൻ്റെ വിളി അനുസരിച്ചുള്ള ഒരു ട്രെയിനിങ്ങും ഒരു പ്രോസസ്സും ഒരു പ്രിപ്പറേഷനും അവരവരുടെ ലൈഫിലുണ്ട്. നമ്മളിൻ്റെ സമ്മറി നോക്കുക. ദൈവമക്കൾക്ക് മനസ്സിലായോ? അവരവരുടെ ദാവീദിൻ്റെ മേലുള്ള ട്രെയിനിങ് അല്ല ജോസഫിൻ്റെ മേലിൽ നടന്നേ. ജോസഫിൻ്റെ മേലുള്ള ട്രെയിനിങ് അല്ല ദാനിയേലിൻ്റെ മേൽ നടന്നേ. ദാനിയേലിൻ്റെ മേലുള്ള ട്രെയിനിങ് അല്ല എസ്തേറിൻ്റെ മേൽ നടന്നേ. എല്ലാവരുടെ മേൽ, മോശയുടെ മേൽ നടന്ന ട്രെയിനിങ് വേറെയാ. ഓരോരുത്തരുടെ മേലുള്ള വിളിക്കനുസരിച്ച്. ഒരുപക്ഷെ അത് മറ്റാർക്കും മനസ്സിലാകത്തുമില്ല. ആരാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്? നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റാ, പരിശുദ്ധാത്മാവാ. റൈറ്റ്. ഇവിടെ കാണാം ദൈവ പദ്ധതിക്ക് വേണ്ടി എന്ത് ചെയ്യണം, എന്തു ചെയ്തു ജോസഫ്. ജോസഫ് ചെയ്തത് ഒരു 4 കാര്യങ്ങൾ തൻ്റെ ലൈഫിൽ കൂടെ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, ഹി വാസ് ഫെയ്ത്ത്ഫുൾ. രണ്ടാമത്തെ കാര്യം, അവൻ വിശുദ്ധനായിരുന്നു, വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിച്ചു. മനുഷ്യരാരും വിശുദ്ധരെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ തൻ്റെ ദൈവ മുമ്പാകെയും മനുഷ്യൻ്റെ മുമ്പാകെ താൻ വിശുദ്ധിയോടെ ജീവിച്ചു. മൂന്നാമത്തെ കാര്യം, ഹി വാസ് ഹംബിൾ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ധാന്യം കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ അവൻ ഹംബിളായിരുന്നു, താഴ്മയുള്ളവനായിരുന്നു, മനസ്സുള്ളവനും ഹൃദയമുള്ളവനായിരുന്നു, ഹംബിളായിരുന്നു. മൂന്നാമത്തെ, ജോസഫിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ ക്ഷമിക്കുന്നവനായിരുന്നു. ക്ഷമിക്കുന്നവനായിരുന്നു അല്ലേ? തൻ്റെ കുഞ്ഞുങ്ങൾക്കിട്ട പേര് പോലും അങ്ങനെ, പേര് പോലും. തൻ്റെ സഹോദരന്മാർ തന്നെ ഉപദ്രവിച്ചു, വളരെ യങ് ഏജിൽ ഉപദ്രവിച്ചു. അവൻ്റെ വസ്ത്രം വലിച്ചെടുത്തു, അതിൽ രക്തം പുരട്ടിക്കൊണ്ടുവന്ന് അപ്പന് കാഴ്ചവെച്ചു, കുഴിക്കകത്ത് വിട്ടു. അവനെ വലിച്ചു കയറ്റി വിറ്റ് കളഞ്ഞു. അവനൊത്തിരി കഷ്ടപ്പെട്ടു, ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടു, ജയിലിൽ കിടന്നു. ഇതെല്ലാം ബിറ്റർ കൂടണ്ടിയതാ. കയ്പും ഒക്കെ ഈഗോയൊക്കെ വർദ്ധിക്കേണ്ടിയാ. പക്ഷെ ജോസഫ് പറഞ്ഞൊരു കാര്യം, എൻ്റെ പിതൃഭവൻ എന്നോട് ചെയ്തതും എൻ്റെ സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഒന്നാമത്തെ മകന് അവൻ എഫ്രൈം എന്ന് പേരിട്ടു. സഹോദരന്മാർ വന്ന് പലവട്ടം തൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, സാഷ്ടാംഗം വീണു പലവട്ടം. അവരെ കൊന്നുകളയാനുള്ള അതോറിറ്റി പോലും തനിക്കുണ്ട്, കൊന്നുകളയാൻ ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷേ യോസഫിനെ കുറിച്ച് പറയുന്ന വേർഡ് പ്രകാരമാണ്, അവൻ്റെ സഹോദരനായ ബെഞ്ചമിനെ കണ്ടിട്ട്, തൻ്റെ സഹോദരന്മാരെ കണ്ടിട്ട് അവൻ അകത്തുപോയി നിലവിളിച്ചു, കരഞ്ഞു. ആ വേർഡിൽ 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞ് നിർത്തട്ടെ. കരഞ്ഞു. എന്തോ വലിയ ഹൃദയമല്ലേ ഹൃദയം. പല രോഗങ്ങൾക്കും പിമ്പിൽ ക്ഷമിക്കാത്ത ഹൃദയമാകട്ടോ, ക്ഷമിക്കാത്ത ഹൃദയം. ഞാൻ എൻ്റെ ഒരു അനുഭവം ഇന്നലെ പറയണമെന്ന് ഓർത്തു, പക്ഷേ ഇന്നലെ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. ഇന്ന് അതൊന്ന് കണക്ട് ചെയ്ത് പറയട്ടെ. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം വഹിക്കണം. ഞാൻ ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ചത് ഇന്നും ഓർക്കുന്നുണ്ട്. പ്രസംഗിച്ചില്ല, ദൈവം എന്നോട് മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കാൻ കയറിയപ്പോൾ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് കരയുക. ഞാൻ നോക്കുമ്പോൾ അവിടെ ഉള്ള 80% ആൾക്കാർ നിന്ന് കരയുക. എന്തിനാ കരയുക? എല്ലാവരും കരയുക. പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഏങ്ങലടിച്ചുകൊണ്ട് എന്തൊക്കെയോ എന്ന് പറഞ്ഞു. കരയുക, പിന്നെയും കരയുക. ഭയങ്കര ദൈവ സാന്നിധ്യം. ബാംഗ്ലൂർ ഞാൻ തിരിച്ചു വന്നു.
വേറെ ചർച്ചുകളിലൊക്കെ ശുശ്രൂഷിച്ചു, പല മീറ്റിങ്ങുകളിൽ ശുശ്രൂഷിച്ചു, എല്ലായിടത്തും ദൈവസാന്നിധ്യം. അങ്ങനെ അങ്ങോട്ട് പോയി. ഒരു ദിവസം ഞാൻ ആൻഡമാനിൽ പോയിട്ട് തിരിച്ചു വരിക. ആൻഡമാനിലെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാനും മറ്റൊരു ദേവദാസനും കൂടെ സാജൻ പാസ്റ്റർ അറിയാം, ബെന്നി പാസ്റ്റർ, ഞങ്ങൾ രണ്ടും കൂടെ നാട്ടിൽ നിന്ന് ഒരു വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ വന്ന് ഞാൻ അന്ന് താമസിക്കുന്ന വീട്, എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായിരുന്നു. ഒരു മതിലിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തേക്കാം. വണ്ടി കൊണ്ടുവന്നതിൻ്റെ 3-ാമത്തെ ദിവസം ഞാൻ ആൻഡമാനിൽ നിന്ന് തിരിച്ചു വന്ന് വീട്ടിൽ കിടന്ന് റെസ്റ്റ് ചെയ്യുക, വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട്. കുറേ പിള്ളേർ അവിടെ ലേബർ ആൾക്കാരുണ്ടായിരുന്ന ആ പിള്ളേർ ഒരു മതിൽ തള്ളി ഡോറിൻ്റെ മേളിലിട്ടു. 2 ഡോറും ചളങ്ങിപ്പോയി, മൊത്തം പോയി. മേടിച്ച വണ്ടിയുടെ 3-ാമത്തെ ദിവസം താഴത്തെ ഓണർ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, എൻ്റെ ചങ്കത്താ കല്ല് വീണതുപോലെ, കാറേ വീണെന്നല്ല, ചങ്കത്ത് വീണതുപോലെ. എൻ്റെ സങ്കടവും വിഷമവും എല്ലാം സഹിക്കാൻ വയ്യ. ആ പിള്ളേരെല്ലാം പിടിച്ച് ഞാൻ വഴക്ക് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി കളിക്കല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ വഴക്കൊക്കെ പറഞ്ഞു. പോലീസിനെ വിളിച്ചു. പോലീസുകാരെന്തോ എടുക്കാൻ ഈ പിള്ളേരുടെ നേരെ. എല്ലാവരോടും ദേഷ്യവും സംഘർഷവും കൊണ്ട് അങ്ങ് ചൂടായി. അവരുടെ പേരൻസ് ജോലിക്ക് പോയേക്കുക. അവർ വൈകിട്ട് ജോലി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോടും കയറി ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ പിള്ളേരെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക, എൻ്റെ കാറ് പറഞ്ഞ് സങ്കടപ്പെട്ട് കടയിൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തപ്പം 45,000 രൂപ ശരിയാക്കാൻ പുതിയ കാർ എടുത്തതാണ്. ദൈവമേ, എല്ലാം കൊണ്ടും പ്രശ്നം. ഞാനങ്ങ് ദേഷ്യം പെട്ടെങ്കിൽ. അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചുകൊണ്ട് മടിവാളിൽ ഒരു മീറ്റിങ്ങിന് പോയി. പുള്ളിക്കാരൻ എന്നെ കൊണ്ടുപോയി. ഞാൻ ആ മീറ്റിംഗ് ശുശ്രൂഷിച്ചു. ആ മീറ്റിങ്ങിൽ തീ പോയിട്ട് പുക പോലും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ഒരു ദൈവസാന്നിധ്യമില്ല. ഞാൻ കാറേ കയറിയിരിക്കുക. ഞാൻ ചോദിച്ചു, ദൈവമേ, കഴിഞ്ഞ മീറ്റിങ്ങുകളൊക്കെ ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നല്ലോ, എന്ത് ചെയ്യുക, അതെവിടെയാ? ഒന്നും കർത്താവ് മിണ്ടുന്നില്ല. അടുത്ത ദിവസമായി. എനിക്ക് അടുത്ത 2 ദിവസം കൊണ്ട് കഴിയുമ്പോൾ, 1-2 ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഞായറാഴ്ച രാവിലെ എനിക്ക് നോർത്ത് ഇന്ത്യക്ക് പോകണം. നോർത്ത് ഇന്ത്യയിൽ ഒരു ഭയങ്കര സ്ഥലത്ത് പോകണം. സോ ദൈവമേ, ദൈവസാന്നിധ്യം എവിടെയാ? ഒന്നും മറുപടിയില്ല. അടുത്ത ദിവസം കഴിഞ്ഞു, 2-3 കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ സങ്കടപ്പെട്ട് ദൈവത്തോട് ഒരു ദിവസം ചോദിച്ചു, ദൈവമേ, എന്താ പറ്റിയേ? എന്തു പറ്റി? ഞാൻ അടുത്ത ദിവസം നോർത്ത് ഇന്ത്യക്ക് പോവാം. ദൈവമേ, എനിക്ക് ദൈവസാന്നിധ്യമില്ല എൻ്റെ മേൽ, എനിക്കതറിയാം. മീറ്റിങ്ങുകളിലൊന്നും സംഭവിക്കുന്നില്ല. കർത്താവ് എന്നോട് ചോദിക്കുക, നീയേ ആ പിള്ളേരോട് പോയി വഴക്കുണ്ടാക്കിയിട്ടേ, അവരോട് പോയി വഴക്കം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് നീ എന്നെ പ്രസംഗിക്കാൻ വന്നേ, പോയി ആ പിള്ളേരോട് ക്ഷമ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ കാറ്. കർത്താവ് പറഞ്ഞു, പോയി ക്ഷമ ചോദിച്ചിട്ടു. അന്ന് രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. ഞാനന്ന് ഒറ്റയ്ക്ക് താമസിക്കുക. രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റു. എൻ്റെ ഡോറ് തുറന്ന് ഞാൻ നോക്കി, അവരെഴുന്നേറ്റിട്ടില്ല. അവരെഴുന്നേറ്റ ഉടനെ ഞാൻ അവരുടെ മുമ്പിൽ പോയി കൈകൂപ്പിയിട്ട് കന്നഡക്കാർ, അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചെയ്തത് തെറ്റിപ്പോയി, ക്ഷമിക്കണേ. അടുത്തൊരു വീട്ടുകാരെ കണ്ട് അവരോട് ഞാൻ പറഞ്ഞു, കൈകൂപ്പി പറഞ്ഞു, ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, വഴക്കുണ്ടാക്കി, എൻ്റെ കാറയിൽ അത് വീണന് ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു, ഞാൻ ഒരു കൈകൂപ്പിക്കൊണ്ട് ഞാൻ ക്ഷമ പറഞ്ഞു. ഇതാർക്കും അറിയത്തില്ല ഞാൻ എന്തിനാ ചെയ്തതെന്ന്. അവരോർത്ത് രാവിലെ ഈ പുള്ളി പിന്നെയും വഴക്കുണ്ടാക്കാൻ വരുമെന്ന്. ഞാൻ തിരിച്ചു വന്ന് എൻ്റെ മുറിയിലോട്ട് വന്നിട്ട് ഞാൻ മുട്ടുമടക്കി. ഞാൻ പറഞ്ഞു, കർത്താപ്പച്ച, ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു. ഞാൻ കുറയാൻ റെഡിയാണ്, പക്ഷേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. ഞാൻ പോകാനുള്ള സമയമായി. രാവിലെ 7 മണിക്ക്, ഞായറാഴ്ച രാവിലെ 7 മണിക്ക് എനിക്ക് വാരണാസിയിലേക്ക്, കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് എനിക്കൊരു മീറ്റിംഗ്, അവിടെ ആ സ്ഥലത്തൊരു മീറ്റിംഗ് ഉണ്ട്. വാരണാസി, അഹമ്മദാബാദ്, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ അവിടേക്ക് പോവാം. മറ്റൊരു ദൈവദാസന് പകരം ശുശ്രൂഷിക്കാൻ വേണ്ടി പോവാം. പക്ഷേ എനിക്കറിയാം, അവിടെ ചെന്ന് ശുശ്രൂഷിക്കാൻ കയറിയെന്നപ്പോൾ കർത്താവ് അവിടെ ഇറങ്ങി വന്നു. ക്ഷമിക്കാൻ പറ്റുമോ? ദൈവസാന്നിധ്യം നമ്മളോട് ചലിക്കും. ഒരിക്കലും ഈഗോയും ജലസിയും ബിറ്ററും മറ്റുള്ളവരുടെ ഇതൊന്നും പരിശുദ്ധാത്മാവിന് ചലിക്കാൻ പറ്റിയ ഒരു അതിനെയെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഒന്നോർത്തെ, മോശയെക്കുറിച്ച് പറയുന്നു. മോശ ഭയങ്കര ശക്തനായിരുന്നു. പക്ഷേ ജനം മൊത്തം തന്നെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങിയിട്ട് ഒരു കല്ലെങ്കിലും പുള്ളി എടുത്തെറിഞ്ഞോ? ഇല്ല. പുള്ളി ദൈവത്തിന് നേരെ പറഞ്ഞപ്പോൾ മാത്രമേ പുള്ളി ദേഷ്യപ്പെട്ടുള്ളൂ. പുള്ളിക്ക് നേരെ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. പുള്ളി ദൈവത്തിന് നേരെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റാ, അന്നേരം മാത്രം പുള്ളി പറഞ്ഞു. പക്ഷേ തൻ്റെ നേരെ കല്ലെടുത്തെറിയുമ്പോൾ ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ അക്ഷരം. ഈ ജനം കല്ലെടുത്തെറിയാൻ ശ്രമിച്ചിട്ട് അവർക്ക് വേണ്ടി പോയി വീണ് കിടക്കുക. ദൈവമേ, അവരോട് ക്ഷമിക്കണേ.
നമ്മളായിരുന്നെ പറഞ്ഞാലും കർത്താവ് അവന്മാരുടെ പേര് മൊത്തം ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കൂ, എൻ്റെ പേര് വെച്ചേരും എന്ന് പറഞ്ഞേനെ അല്ലേ. പക്ഷേ പുള്ളി പറയുന്ന വേർഡ് കേൾക്കണോ? കർത്താവെ അവരോട് അങ്ങ് ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ പേര് വെട്ടിക്കോളാൻ. എന്തോ ലീഡറായിരുന്നു അല്ലേ, എന്തോ ലീഡറായിരുന്നു. റൈറ്റ്. മോശ അതിൻ്റെ ഒരു കണ്ണിയായിരുന്നു. ആരോട് പറഞ്ഞ പദ്ധതിയുടെ കണ്ണി? അബ്രഹാമിനോട് പറഞ്ഞ ആ പദ്ധതിയുടെ കണ്ണിയായിരുന്നു മോശ. ഇത്ര തലമുറകൾ കഴിഞ്ഞു. ദൈവമുമ്പാകെ നമ്മൾ ഉടയാൻ പറ്റുമോ? എനിക്കിന്ന് എൻ്റെ മനസ്സുകൊണ്ട് ആരോടും ദേഷ്യമില്ല. ഉപദ്രവിച്ചവരില്ലെന്നല്ല, ഒത്തിരി പേരുണ്ട്. ഉപദ്രവിച്ചവരുണ്ട്, നഷ്ടം വരുത്തിയവരെല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ ഇതൊക്കെ കയറി വരുമ്പോൾ ഇതൊന്നും ഓർമ്മയില്ലാത്തൊന്നുമല്ല കേട്ടോ. ഞാനെല്ലാം അങ്ങ് മറന്നുപോയി, എനിക്കെന്തോ ഡൈമെൻഷ്യ വന്നതുപോലെ, എനിക്ക് ബോധം പോയി, അങ്ങനെയൊന്നുമില്ല. എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ചെയ്ത ആളുടെ പേര് വരെ എനിക്കറിയാം. പക്ഷേ ഐ ഡോണ്ട് ഹാവ് എനി റിവെഞ്ച്, ഐ ഡോണ്ട് ഹാവ് എനി ബിറ്റർ. ജോസഫും പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങൾ എന്നെ പൊട്ടക്കുഴിയിലിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് വാശിയും വൈരാഗ്യവും ഇല്ല. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി പുലർത്തേണ്ടതിന് ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണ്. അയ്യോ, ബൈബിളിൽ ഒരു വേർഡും കൂടെ പറഞ്ഞ് ഞാൻ ഫിനിഷ് ചെയ്യാം. നന്മയാൽ തിന്മയെ ജയിക്കുക. നിന്റെ ശത്രുവിന് വിശന്നാൽ അവന് ആഹാരം കൊടുക്കുക, അവന് ദാഹിച്ചാൽ കുടിക്കാൻ കൊടുക്കുക. റൈറ്റ്. നമ്മളിവിടെ കൊണ്ട് കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് ക്ഷമിക്കാനൊരു ഹൃദയം തരണേ. അത്രയും മതി. നമ്മൾ ആ സ്ലൈഡ് രണ്ട് കാര്യം കൂടെ കണ്ടിട്ട് നമ്മൾ നിർത്തുക. ക്ഷമിക്കുന്നവനായിരുന്നു. ദൈവം എന്തിനാ ജോസഫിനെ ബ്ലെസ് ചെയ്തത്? നമ്മളെ എന്തിനാ ദൈവം ബ്ലെസ് ചെയ്യുന്നത്? നമ്മൾ നിമിത്തം മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആവാനാണ്. ഫിനിഷ്ഡ്. നമ്മൾ മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആണ്. കണ്ടോ? ഇവിടെ കൊണ്ട് ഈ ക്ലാസ് തീരുക. നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനോ എടുക്കുക. റൈറ്റ്. ഇതാരോട് പറഞ്ഞ പദ്ധതിയായിരുന്നു? അബ്രഹാമിനോട് പറഞ്ഞ പദ്ധതിയായിരുന്നു. അബ്രഹാമിന് അന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നോ? എനിക്ക് ആ വേർഡാണ് വേണ്ടിയത്. അബ്രഹാമിന് അന്ന് കുഞ്ഞുങ്ങളുണ്ടോ? പക്ഷെ കുഞ്ഞു ജനിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ അവൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് ആർക്കറിയായിരുന്നു? അറിയാം. അപ്പൊ അങ്ങനെ ഉണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് അറിയാമോ? അറിയാം. നമ്മളും ഏതോ ദൈവ പദ്ധതിയുടെ കണ്ണിയാ ദൈവമക്കളെ. പക്ഷെ ഒറ്റ കാര്യം, വി ഹാവ് ടു ബി സറണ്ടർ ബിഫോർ ഗോഡ്. ദൈവമുമ്പാകെ കീഴടങ്ങണം, സറണ്ടർ ചെയ്യണം, നമ്മുടെ വഴികൾ വിടണം. റൈറ്റ്. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 4 ആഴ്ചയായിട്ട് കേട്ടു ബൈബിളിൽ ഡ്രീംസിനെ കുറിച്ച്. 21 ഡ്രീംസ് ബൈബിളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡ്രീംസ് ദൈവം സംസാരിക്കുന്ന ഒരു മെത്തേഡ. നിങ്ങൾക്ക് ആ സ്ലൈഡുകളെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, അത് മൊത്തം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ദൈവം സംസാരിക്കുന്ന ഒരു മെത്തേഡാണ് ഡ്രീംസ്. റൈറ്റ്. നിങ്ങൾക്ക് ആ സ്ലൈഡുകളെല്ലാം ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക, പ്രാർത്ഥിക്കുക. നോക്കിയേ, ഓടിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നത്, എങ്ങനെയാണ് ഡ്രീംസ് കിട്ടുന്നത്, എന്തിനാ ഡ്രീംസ്. ദൈവത്തിൻ്റെ ഒത്തിരി കാര്യം, ഗിഫ്റ്റ്, പ്രൊട്ടക്ഷൻ, അതിൽ കൂടെ ദൈവം ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ ഡീമോണിക് ഡ്രീംസ് വരുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബൈബിളിൽ എവിടെയൊക്കെയാണ് 21 ഡ്രീംസ് റെക്കോർഡ് ചെയ്തത്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഓടിച്ച് ചിന്തിച്ചു. ഡ്രീം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് കണ്ടു. ഡ്രീംസ് ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ജനറലി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തൊക്കെയാണ്. ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതിനെക്കുറിച്ച് എടുത്തു തന്നതാണ്. ഡ്രീം കണ്ടു കഴിഞ്ഞാൽ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്. ബാബിലോണിലെ ആ സ്റ്റാച്യുവിനെ കുറിച്ച് രാജാവ് കാണുന്ന സ്വപ്നം ദാനിയേൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അതിനെക്കുറിച്ച് ഭയങ്കര ഭാവി കാലത്തേക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് ഡ്രീമിൽ വെളിപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ ചരിത്രങ്ങൾ കണ്ടു. അതിനുശേഷം നമ്മൾ ജോസഫിൻ്റെ ചരിത്രം ചിന്തിച്ചു. റൈറ്റ്. ഇത് വാസ് എ ഡ്രീം ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നു. അതിൻ്റെ ചരിത്രങ്ങൾ, ആർക്കിയോളജി, ഇതെല്ലാം നമ്മൾ കേട്ടു. ഒത്തിരി കാര്യങ്ങൾ കേട്ടു. ഈജിപ്ഷ്യൻസിൻ്റെ കൾച്ചർ കേട്ടു.
ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവം അവനെ കയറ്റി. കൾച്ചർ, ലാംഗ്വേജ്, ഡ്രസ്, ഫുഡ്, പ്രോട്ടോകോൾ ആൻഡ് മാനേഴ്സ് ഇതെല്ലാം പഠിപ്പിച്ചു. അവരുടെ മിഥോളജികൾ കുറേ അവരുടെ സിസ്റ്റങ്ങൾ നമ്മൾ കണ്ടു, അവരുടെ കൾച്ചർ കണ്ടു. ഫറവോനുണ്ടായ ഡ്രീം കണ്ടു. ആ ഡ്രീമിന് ശേഷം ഫറവോൻ ജോസഫിനെ വിളിക്കുന്നത് കണ്ടു. ജോസഫ് വന്ന് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കണ്ടു. പൊത്തിഫേറിൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത് കണ്ടു. ഏതൊക്കെ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു, എത്ര പെർസെൻറ്റേജ് വെൽത്ത് കൊണ്ടുവന്നു, എന്തൊക്കെ മേടിച്ചു. അടിമ ചെറുക്കനായിട്ട് വന്നു, രാജ്യത്തെ അടിമയായിട്ട് മേടിച്ചു. അബ്രഹാമിനോടുള്ള കവനൻ്റ് ആയിരുന്നത്. നമ്മുടെ മേലും ഡ്രീമുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് അല്പനിമിഷങ്ങൾ ഇനി പ്രാർത്ഥിക്കാനെടുക്കാം. അല്പനിമിഷം. ഓ ജീസസ്, നമുക്ക് ഒന്ന് രണ്ട് നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും അതിനുശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് ദെൻ വിൽ ഫിനിഷ് ഇറ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാവരോടും, തലമുറകൾ മാറിപ്പോയി, പക്ഷെ വാക്ക് പറഞ്ഞ ദൈവം മാറിപ്പോയില്ല. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ അൽഫയും അവൻ ഒമേഗയുമാണ്. അവൻ ആദ്യനും അവൻ അന്ത്യനുമാണ്. നാളുകളെ ഓർത്ത് നമ്മൾ വേവലാതിപ്പെടേണ്ട. നമ്മുടെ ഭാവി അവൻ്റെ കയ്യിലാണ്. അവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച് ദൈവമക്കളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾ അവിടെ ഇരുന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ വഴികളിലോടും, അവിടെ എല്ലാം പരാജയം സംഭവിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഈ വഴിയൊന്ന് നേരെയാക്കിത്താ. കർത്താവ് ചോദിക്കും, മോനെ നീ എൻ്റെ വഴിയിൽ വാ, ഞാൻ നിൻ്റെ മുമ്പിൽ പൊക്കോളാം. നീ എൻ്റെ വഴി വാ, ഞാൻ നിൻ്റെ മുമ്പിൽ പോകാം. നിൻ്റെ ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കാം, നിൻ്റെ പാതകളെ ഞാൻ നിരപ്പാക്കാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ആടുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പോലും നമ്മൾ മടങ്ങിച്ചെന്നാൽ അതൊന്നും ഓർക്കാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അതൊന്നും ഓർക്കത്ത് പോലും ഇല്ല, അതങ്ങനൊന്നും സംഭവിച്ചിട്ട് പോലും ഇല്ലെന്ന് ഓർത്തോണ്ട ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. ഇത്ര കരുണയുള്ള ദൈവം വേറെ ഏതുണ്ട്? ഇത്ര കരുണയുള്ള പിതാവ് വേറെ ഏതുണ്ട്? യേശുവപ്പാ, ഞങ്ങളെ ദൈവമുമ്പാകെ ഞങ്ങൾ താഴ്ത്തുന്നു. ഞങ്ങൾക്ക് പറയാനോ പ്രശംസിപ്പാനോ പുകഴാനോ ഒന്നുമില്ല കർത്താവേ. യേശുവിലല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ്, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിലല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല കർത്താവേ. അങ്ങയുടെ ജനത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം അടിയനൊരു അവസരം തന്നു. അങ്ങ് അടിയനോട് പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ അങ്ങയുടെ ജനത്തോട് അടിയൻ പറഞ്ഞു. ഇത് അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ജീവനായി വെളിപ്പെടട്ടെ, ചൈതന്യമായി വെളിപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമം ചൊല്ലി അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരോരോരുത്തരും ബ്ലെസ്ഡ് ആകട്ടെ. ഞങ്ങളുടെ മേലും കർത്താവേ, ആ ജോസഫിനോട് കൂടെ ഇരുന്ന ദൈവത്തിൻ്റെ ആ ഒരു കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണേ. ഞങ്ങൾക്ക് അത് വേണംപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ഇനിയും വേണം, ആഴത്തിൽ വേണം. സ്വർഗമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവമുമ്പാകെ സമർപ്പിക്കുന്നു കർത്താവേ. വ്യത്യസ്ത സമയത്തിൻ്റെ പരിധിയിൽ അങ്ങയുടെ മക്കൾ ഓരോരുത്തരും ദൈവവചനം പഠിക്കാൻ ഓടി വന്നു. അങ്ങ് കണ്ടു. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണേ കർത്താവേ. ഓരോ വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അടിയൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവേ, രശ്മി സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മകളെ, ബിനോയ് ബ്രദറിനെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അങ്ങയുടെ വലിയ സാന്നിധ്യം വീട്ടിൽ ഇറങ്ങിച്ചെല്ലണമേ. ആ വീടിനെ യേശുവിൻ്റെ നാമത്തിൽ അടിയൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജിഷു സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു, തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മകളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മകളുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ അങ്ങ് പൂർത്തീകരിക്കണമേ, മഹത്വത്തോടെ അങ്ങ് പൂർത്തീകരിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മകളെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. രഞ്ജു ബ്രദറിനായി സ്തോത്രം, തൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സിബി സിസ്റ്ററിനായി സ്തോത്രം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ആ കുഞ്ഞുങ്ങൾ, അവരുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ മേൽ ദൈവം പകർന്ന ദൗത്യത്തിനായി, ശുശ്രൂഷകൾക്കായി
ഓരോന്നിനായി സ്തോത്രം. യേശുവിൻ്റെ ദാസൻ എന്നുള്ള പദവിയിൽ അടി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവം ആ മക്കളെ വിടുവിച്ചാട്ടെ. ദൈവം അവരെ മുൻപോട്ട് നടത്തിക്കാട്ടെ. ദൈവ കൃപ കൊണ്ടവരെ പൊതിഞ്ഞാട്ടെ. കർത്താവേ, പ്രിയ കർത്താവിൻ്റെ ദാസൻ സാജൻ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവ കൃപ കൊണ്ട് പൊതിയണമേ. അങ്ങയുടെ ദാസനിൽ കൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്ക് സ്തോത്രം. അങ്ങയുടെ ദാസനെ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ദൈവം ധാരാളമായി ഉപയോഗിക്കണമേ, അനുഗ്രഹിക്കണേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൊണ്ട് പൊതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ടീച്ചറിനായി പ്രാർത്ഥിക്കുന്നു. ഗ്രേസി ടീച്ചറിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ അങ്കിളിനായി, കുഞ്ഞുങ്ങൾക്കായി അവരെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് തന്ന നല്ല അവസരത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം പകർന്നാട്ടെ. യേശുവിൻ്റെ നാമം ചൊല്ലി അടിയൻ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. പുതുവഴികളെ തുറക്കണമേ. ദൈവവചനത്തിൻ്റെ അകത്തുള്ള ജീവനും സൗഖ്യവും ചൈതന്യവും എല്ലാം അങ്ങയുടെ മക്കളുടെ മേൽ പകരണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സുശൂബിനായി, തൻ്റെ മാതാപിതാക്കൾക്കായി, സിസ്റ്ററിനായി, ശ്രുതിക്കായി, എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവ മക്കളെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമം ചൊല്ലി ആ കുടുംബത്തെ, അങ്കിളിനെ, ആൻറ്റിനെ, സുശൂബിനെ, ശ്രുതിനെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപ കൊണ്ട് അവരെ പൊതിയണം. അവരുടെ ജീവിതത്തിൽ ദൈവം പുതുവഴികളെ തുറക്കണമേ. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉയരത്തിലെ സകല നന്മകളും അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീച്ചാനായി സ്തോത്രം. വീച്ചാനെ അനുഗ്രഹിക്കണമേ. സോഫി ചേച്ചിക്കായി സ്തോത്രം. കർത്താവ്, ഷായിച്ചാനായി, സൈച്ചാനായി, ലിസ്മാമയ്ക്കായി, എൽസമാമയ്ക്കായി, റിൻസിക്കായി എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് അവരെ പൊതിയണമേ. കർത്താവേ, അങ്ങയുടെ കൃപയിൽ അവരെ നിറയ്ക്കണമേ. അങ്ങയുടെ മക്കളുടെ മേൽ പകർന്ന ദൈവത്തിൻ്റെ ദൗത്യം, ദൈവത്തിൻ്റെ ശുശ്രൂഷ അതേറ്റവും മഹത്വത്തോടെ ചെയ്യുവാനുള്ള ദൈവിക വഴികൾ തുറക്കണമേ. കർത്താവ്, തടസ്സങ്ങളെ ദൈവം മാറ്റണമേ. അവിടെ ദാസനെ ദൈവം ഉപയോഗിക്കണമേ. ശക്തിയോടെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവിക വിസ്ഡത്താൽ ദൈവം നിറയ്ക്കണമേ. അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ ദൈവം ഉപയോഗിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വർഗീസ് പത്രോസ് എന്ന് പറയുന്ന ആ പ്രിയ വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവ വ്യക്തി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് പൊതിയണമേ. ആ പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമം ചൊല്ലി അടിയൻ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ ആ കുടുംബത്തെ പൊതിയണമേ. കർത്താവെ, ലൗസി സാജനായി പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ മകളെ, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ കുടുംബത്തെ അടിയൻ അനുഗ്രഹിക്കുന്നു. ആ മകൾ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മകളെ സഹായിക്കണമേ, കുഞ്ഞിനെ സഹായിക്കണമേ. ഞങ്ങളെ കുടുംബമായ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓരോരുത്തരെയും, മിനിസ്ട്രികളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. ഞങ്ങളെ സമ്പൂർണ്ണമായി ദൈവസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുപാദത്തിൽ വീണ്ടും ഞങ്ങൾ താണിരിക്കുന്ന ദൈവമേ, താണിരിക്കുന്നു. ജോസഫിനോട് കൂടെ ഇരുന്ന ദൈവം, ആലോചന പറഞ്ഞു കൊടുത്ത ദൈവം അടിയങ്ങൾക്കും ആലോചന പറഞ്ഞു തന്നാട്ടെ. ഞങ്ങൾ അതനുസരിച്ച് ജീവിപ്പാൻ, അതിനുവേണ്ടി ഞങ്ങളുടെ ചെവികളെ, ഹൃദയത്തെ കൂർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ആദരവും ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ വെക്കുന്നു. അങ്ങ് മാത്രമേ ഉയരാവേ, അങ്ങ് മാത്രമേ ഉയരാവേ. അങ്ങല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മേൽ ഉയരല്ലേ. കർത്താവേ, അങ്ങ് മാത്രം ഉയരട്ടെ. യേശു മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഉയരട്ടെ. എല്ലാ മഹത്വവും ആദരവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, 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 ആമേൻ. കർത്താവ് ഓരോരുത്തരെ സഹായിക്കട്ടെ. എല്ലാ പ്രിയമുള്ളവരോടും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഇനി ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം കൂടെ ഉണ്ട്. പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ ഞാൻ റെഫറൻസ് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വേർഡിൽ പറയാം, നിങ്ങൾക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നോ, ബ്ലെസ്സിങ് ആയിരുന്നോ, നിങ്ങളത് പറയുക. അടുത്ത ആഴ്ച തൊട്ട് വേറെ ടോപ്പിക്ക് ക്ലാസ് വേണോ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്തോന്ന് വെച്ചാൽ പറയുക. അങ്ങനെ അനുസരിച്ച് ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ കൂടെ ഓർക്കുക. എൻ്റെ വൈഫിൻ്റെ പേര് ആശ, എൻ്റെ കുഞ്ഞിൻ്റെ പേര് നെയ്തൻ. ഞങ്ങളെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുക. റൈറ്റ്, നിങ്ങൾക്ക് സമയം തരുന്നു.
മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു. 4 ദിവസത്തെ ക്ലാസ് വളരെ അനുഗ്രഹമായിരുന്നു. നമ്മൾ ഇത്രയും പല സ്വപ്നങ്ങളും നമ്മളും കാണാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഇത് വിവേചിച്ചറിയുവാനുള്ളതായ ഒരു കഴിവ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താണ് ഇതിന്റെ പിന്നിലുള്ള, അതുവേണ്ടി പ്രാർത്ഥിക്കാനോ കണ്ടു അങ്ങ് വിട്ടു. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ ചിലപ്പോൾ ഫാമിലിയിലുള്ള ആൾക്കാരോട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാതെ അങ്ങ് വിട്ടുകളയുന്ന സ്വഭാവമായിരുന്നു നമുക്കുള്ളത്. എന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതുവേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളോ അല്ലെങ്കിൽ അത് അറിയാനും ഈ പഠനത്തിൽ കൂടെ സഹായിച്ചു. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ. കൂടുതൽ ആ സ്വപ്നം കണ്ടാൽ എന്താണ് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് ദൈവം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അങ്കിൾ. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നമുക്കറിയാവുന്നത് ഡിസ്കസ് ചെയ്യാം, ഷെയർ ചെയ്യാം. വളരെ അനുഗ്രഹമായിരുന്നു. പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് നമുക്ക് ജീവിതത്തിൽ പിന്നെയും ഒരു ഡ്രീമൊക്കെ കാണുമ്പോൾ എങ്ങനെയാണെന്ന്, എങ്ങനെ അതിനെ വിവേചിക്കണം, അതിനുവേണ്ടി എന്ത് നമ്മൾ ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നല്ലവണ്ണം അത് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു. പലപ്പോഴും ഇത്രയും കാര്യങ്ങൾ കേൾക്കാറില്ല. അനേക പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനേക സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നവരാണെങ്കിലും അതിനോട് എങ്ങനെയാണ് അതങ്ങ് മറന്നു പോകത്തേ ഉള്ളൂ. പക്ഷെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലാണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനും എടുക്കുവാനും ഒക്കെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള നല്ല ടോപ്പിക്കായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ അടുത്ത ടോപ്പിക്കുകളൊക്കെ ഇട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും. പുതിയ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പിന്നെയും നമുക്ക് വന്ന് ഒന്നിച്ച് പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈശ. താങ്ക് യു. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോട്ടെ.